പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലരും അറിഞ്ഞു കാണുകയില്ല എന്ന് ഞാൻ വിചാരിക്കും. ഇക്കഴിഞ്ഞ ബുധനാഴ്ച കേരളത്തിലെമ്പാടും അഭിഭാഷകർ കോടതി ബഹിഷ്കരിക്കും. സാധാരണ ഇതിൽ അഭിഭാഷകർ കോടതി ബഹിഷ്കരിക്കുന്നത് ഏതെങ്കിലും ഒരു വക്കീലിനെ പോലീസോ അല്ലെങ്കിൽ നാട്ടുകാരോ മർദ്ദിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ജീവാപായം സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അഭിഭാഷകരും മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലുമായിട്ട് സംഘടന ഉണ്ടാകുമ്പോഴാണ്. ഉദാഹരണത്തിന് 2016 ജൂലൈ മാസത്തിൽ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ഹൈക്കോടതിയിൽ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു. തുടർന്ന് വിവിധ കോടതി സെൻറ്ററുകളിൽ ബഹിഷ്കരിച്ചു. തിരുവനന്തപുരത്തും മറ്റുമൊക്കെ വലിയ സമരം തന്നെ ഉണ്ടായി. അങ്ങനെയൊക്കെയുള്ള സമരങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ പ്രാദേശികമായിട്ട് സമരം ഉണ്ടാവും. ഒരു സമയത്ത് ഹൈക്കോടതിയുടെ തിരുവനന്തപുരം ബെഞ്ച് തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ വേണ്ടി വലിയ സമരമുണ്ട്. സമരമൊക്കെ ഗംഭീരമായിരുന്നു, പക്ഷേ ബെഞ്ച് ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ പലയിടത്തും പല കാരണങ്ങൾക്ക് വേണ്ടി പലപ്പോഴും സമരം ഉണ്ടാകാറുണ്ട്. അഭിഭാഷകർ സമരം ചെയ്യാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സമരം ചെയ്യുന്നവരുടെ സന്നദ്ധ റദ്ദാക്കൽ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാം. അവരുടെ പേരിൽ ബാർ കൗൺസിലിന് നടപടി എടുക്കും, സമരത്തിന് ആഹ്വാനം ചെയ്യുന്ന ആളുകളുടെ പേരിൽ നടപടി എടുക്കും എന്നൊക്കെ പല ഭീഷണികളും പേപ്പിടികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടായാലും ഇടയ്ക്ക് അഭിഭാഷകർ സമരം ചെയ്യും. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ അഭിഭാഷകർ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല സമരം ചെയ്തത്. അഭിഭാഷകർ സമരം ചെയ്തത് അസംഘടിതരായ കക്ഷികൾക്ക് വേണ്ടിയിട്ടാണ്. കക്ഷികൾക്ക് സമരം ചെയ്യാൻ പറ്റുള്ളൂ, കാരണം കക്ഷികൾ അസംഘടിതരാണ്. അവർക്ക് പ്രത്യേകിച്ച് സംഘടനകളൊന്നുമില്ല, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ മറ്റാരുമില്ല. ഓരോ കക്ഷിയും അവനവൻ്റെ സ്വകാര്യ ദുഃഖവുമായിട്ടാണ് വക്കീലിനെ കാണാൻ ചെല്ലുന്നത്, കോടതിയിൽ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് സംഘടിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും വിലപേശാനൊന്നും സാധിക്കുകയില്ല. കക്ഷികൾക്ക് വേണ്ടിയിട്ട് വക്കീലന്മാർ ശബ്ദം ഉയർത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ കോർട്ട് ഫീസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. സിവിൽ കേസിന് ഏതാണ്ട് 10% അടുത്ത ഒരു സംഖ്യയാണ് കോർട്ട് ഫീസ്, പണ്ടുതൊട്ടേ ഉള്ളതാണ്. മറ്റ് ഹർജികൾക്ക്, ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിട്ട് ഹർജി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കുന്ന ജാമ്യാപേക്ഷ, ഇതിനൊക്കെ താരതമ്യേന നാമമാത്രമായ കോർട്ട് ഫീസും. ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കാനായിട്ട് ഒരു പെറ്റീഷണർക്ക് 100 രൂപയാണ്. റിട്ട് അപ്പീൽ, അതായത് ഡിവിഷൻ ബെഞ്ച് കൊടുക്കുന്ന അപ്പീലിന് ആളാം പ്രതി 200 രൂപയാണ്. ഇതാണ് സാധാരണ നിരക്ക്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിച്ചു. കേരള ഹൈക്കോടതി റിട്ടയർ ചെയ്ത ജസ്റ്റിസ് VK മോഹനായിരുന്നു ഈ കമ്മിറ്റിയിലെ അതിൻ്റെ ചെയർമാൻ. പിന്നെ മറ്റ് 2 അംഗങ്ങളുണ്ട്. ഒന്ന് ഇവിടുത്തെ ഒരു പ്രമുഖ അഭിഭാഷക സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ സംഘടനയെക്കുറിച്ച് ഇത് കഴിഞ്ഞിട്ട് പറയാം. തൊഴിലാളികൾക്ക് വേണ്ടി, മർദ്ദിതർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, അവർക്കൊക്കെ നീതി കിട്ടാൻ വേണ്ടി അത്യുച്ചത്തിൽ ശബ്ദമുയർത്തുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി, ഇയാൾ പാലക്കാട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു വക്കീലാണ്. ആ സെക്രട്ടറിയും ഈ കമ്മിറ്റിയിലുണ്ട്. ഇവരൊക്കെ കൂടി കാര്യമായിട്ട് ആലോചിച്ച് തല പുകച്ച് കോർട്ട് ഫീസ് ഒന്ന് പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. വർദ്ധിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല. ഇലക്ട്രിസിറ്റി ചാർജ് പരിഷ്കരിക്കുന്ന പോലെ, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളക്കരം, ഈ വാട്ടർ ചാർജസ് പരിഷ്കരിക്കുന്ന പോലെ, KSRTC ടിക്കറ്റ് നിരക്ക് പരിഷ്കരിക്കുന്ന പോലെ കോർട്ട് ഫീസും ഒന്ന് പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. ആ പരിഷ്കാരം എങ്ങനെയാണെന്ന് വെച്ചാൽ തരക്കേടില്ലാത്ത രീതിയിൽ പരിഷ്കരിച്ചു. ഒരു റിട്ട് ഹർജിക്ക് ഒരു പെറ്റീഷണർക്ക് 100 രൂപയായിരുന്നല്ലോ, അത് 500 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. ഒറ്റയടിക്ക് 5 ഇരട്ടി. റിട്ട് അപ്പീൽ കൊടുക്കുന്നതിന് 200 രൂപയായിരുന്നു 1000 രൂപയ്ക്ക്. അങ്ങനെ സകലതിൻ്റെ കൂട്ടി, കോടതി അലക്ഷ്യ കേസിൻ്റെ വരെ കൂട്ടി. പിന്നെ ഒരു ഇടക്കാല ഹർജി കൊടുക്കണമെങ്കിൽ പണ്ട് 5 രൂപയുടെ സ്റ്റാമ്പ് പൊട്ടിയാൽ മതി, ഇപ്പോൾ അത് 30 രൂപയ്ക്ക്. അതുപോലെ കീഴ്ക്കോടതിയിൽ കൂട്ടി, മേൽക്കോടതിയിൽ കൂട്ടി, എല്ലാ കോടതിയിലും കൂട്ടി. സുപ്രീം കോടതിയിൽ മാത്രം കൂട്ടിയില്ല, കാരണം സുപ്രീം കോടതി ഡൽഹിയിലാണ്. അങ്ങനെ അടിമുടി പരിഷ്കരിച്ചു. കോർട്ട് ഫീസ് പരിഷ്കരണം വളരെ ഗംഭീരമായിട്ട് നടന്നു. അപ്പോൾ ഇതിനെതിരെ അഭിഭാഷകർ സ്വാഭാവികമായിട്ടും പ്രതിഷേധിച്ചു. പ്രതിഷേധം കൊണ്ട് ഫലമൊന്നുമില്ല. ബഹുമാനപ്പെട്ട നിയമമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിപ്ലവ തീപ്പന്തമായിട്ടുള്ള, സാധാരണക്കാർക്ക് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ജീവിക്കുന്ന മഹാനായ P. രാജീവാണ്. അദ്ദേഹത്തിനും ഇതിലൊരു നീതീകരണം തോന്നിയില്ല. മാത്രമല്ല, ഈ പരിഷ്കരിച്ചത് അല്പം കുറഞ്ഞു പോയി എന്നുള്ളൊരു ചെറിയ പരാതി കൂടി പുള്ളിക്കുണ്ട്. അതുകൊണ്ട് പുള്ളി ഇത് ഗൗനിച്ചില്ല. മാത്രമല്ല, അഭിഭാഷകരൊക്കെ പ്രതിഷേധിച്ച് ആരും ഗൗനിക്കാം. കക്ഷികൾ പ്രതിഷേധിച്ചാൽ പോലും ഇവർ ഗൗനിക്കുകയില്ല. അങ്ങനെ ലോയേഴ്സ് കോൺഗ്രസ് പ്രതിഷേധിച്ചു, മറ്റ് അഭിഭാഷകർ പ്രതിഷേധിച്ചു. എന്ന് പറഞ്ഞു ലോയേഴ്സ് യൂണിയൻ വരെ പ്രതിഷേധിച്ചു. ലോയേഴ്സ് യൂണിയൻ്റെ പ്രമുഖ നേതാവായിരുന്ന ആളാണ് ഈ ജഡ്ജി VK മോഹനൻ. അതുപോലെ ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇതിലുണ്ടായിരുന്ന മറ്റൊരു അംഗം. അവരൊക്കെ കൂടിയിരുന്നിട്ടാണ് ഈ പരിഷ്കാരം തീരുമാനിച്ചത്. പരിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ
ആദ്യം പ്രതിഷേധിച്ച് ഇവരുടെ ഈ സംഘടനക്കാരാണ്. കാരണം അഭിഭാഷകരുടെ മുഖത്ത് നോക്കണ്ടേ. അതുകൊണ്ട് അവരും പ്രതിഷേധിച്ചു. അങ്ങനെ മൊത്തം അഭിഭാഷക ഒറ്റക്കെട്ടായിട്ട് ഈ കോർട്ട് ഫീസ് വർധനയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ കോർട്ട് ഫീസ് പരിഷ്കരണത്തിനെതിരായിട്ട് സമരിച്ചു. ആ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചത് ലോയേഴ്സ് യൂണിയൻകാരാണ്. കാരണം ഉളുപ്പ് എന്ന വാക്ക് അവരുടെ നിഘണ്ടുവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ഏതായാലും ഈ പ്രതിഷേധം കൊണ്ടൊന്നും കൂട്ടിയ അല്ലെങ്കിൽ പരിഷ്കരിച്ച നിരക്ക് കുറയ്ക്കാൻ മന്ത്രി രാജീവ് തയ്യാറാവില്ല. രാജീവ് തയ്യാറായി തന്നെ ഇരട്ടച്ചങ്കൻ, അതായത് കാരണഭൂതൻ, സമ്മതിക്കില്ല. പിന്നെ ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടായെന്ന് വെച്ചാൽ കോടതി അടക്കുന്നതിൻ്റെ തലേൻ്റെ ദിവസം ആ ഒരു സമരം നടത്തി എന്ന ചാരിതാർത്ഥ്യം എല്ലാ അഭിഭാഷക സംഘടനകൾക്കും അവകാശപ്പെടും എന്നല്ലാതെ ഉണ്ട് പ്രത്യേകിച്ച് ഒരു ഫലവുമില്ല. അടുത്ത കൊല്ലം ഇതൊന്നുകൂടി പരിഷ്കരിക്കണം. അടുത്ത കൊല്ലം ഈ സർക്കാരിൻ്റെ ആണെങ്കിൽ അടുത്ത വ്യവഹാര വർഷത്തിൽ അല്പം കൂടി പരിഷ്കരിച്ച ഒരു നിരക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതുപോലെയുള്ള കലാപരിപാടികൾ നടത്തി അഭിഭാഷകരെ അതിനേക്കാൾ ഉപരി കക്ഷികളെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇരട്ടച്ചങ്കൻ സർക്കാരിനും നിയമമന്ത്രി രാജീവിനും അതിന് ചൂട്ടുപിടിച്ച ആ ലോയേഴ്സ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.